പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ഡെയിലി പ്രോമിസ് വേർഡ് ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ദൈവവചന ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോലിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ നീങ്ങാൻ ചിലർ പ്രാർത്ഥന വിഷയം കമന്റ് ചെയ്ത് യൂട്യൂബിലൂടെ വീഡിയോ കണ്ട് അതിൽ കമന്റ് ചെയ്ത് അറിയിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ചില രോഗികളായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഇന്ന് വളരെ അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷകളിൽ ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊരു രക്ഷകനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ, ദൈവവചന ധ്യാനത്തോടെ, കർത്താവിൻ്റെ കൂട്ടായ്മയോടെ ഓരോ മക്കളും എഴുന്നേറ്റ് ഓരോ പ്രഭാതത്തിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് വചനം ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്, അതെത്ര വലിയ സന്തോഷമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവർ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ പ്രിയമുള്ളവർ. ഏകനായി മഹാത്ഭുതങ്ങളെ കർത്താവ് ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം അസാധാരണമായ കാര്യങ്ങൾ ഇന്ന് പകലിലും ചെയ്യും. നോക്കാം, നമുക്ക് ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന ഒരു കൊടിയുണ്ട്. ആ കൊടി സ്നേഹമാണ്, സ്നേഹത്തിന്റെ ഒരു കൊടി. എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മീതെ ദൈവം ഒരു സ്നേഹത്തിന്റെ കൊടി പിടിച്ചിട്ടുണ്ട്. അത് വളരെ പ്രദർശനമാണ്. ഈ കൊടി മറ്റുള്ളവർ കാണത്തക്ക നിലകളിലാണ് അത് ഉയർന്നു നിൽക്കുന്നത്. നിങ്ങളിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതൊരു സ്നേഹത്തിന്റെ കൊടിയാണ്. ഇത് മറ്റാരുമല്ല, കർത്താവായ യേശുവാണ് ഈ കൊടി. ദൈവസ്നേഹമാകുന്ന യേശു നിങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത്, മറ്റുള്ളവർ അത് നിങ്ങളിലൂടെ യേശുവിനെ, യേശുവാകുന്ന സ്നേഹത്തെ കാണുവാനായിട്ടിടയാണ്. ഈ സ്നേഹവാനായ ദൈവം, ഈ സ്നേഹവാനായ കൊടി. പ്രിയമുള്ളവരെ, സ്നേഹത്തിനകത്ത് ഒരുവൻ കരയുമ്പോൾ ആ കരയുന്നയാളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കരയുന്ന ഒരാളെ കണ്ടു നിൽക്കാനാവില്ല. ഓടിച്ചെന്ന് അയാളുടെ കണ്ണുനീരിനെ തുടച്ച് അയാളെ ആശ്വസിപ്പിക്കാനായിട്ടിടയാണ്. സ്നേഹത്തിൽ ഒരു വലിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അകന്നിരിക്കുന്ന ഒന്നല്ല സ്നേഹം, ഏറ്റവും അടുത്തിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ യേശുവാകുന്ന സ്നേഹം നിങ്ങളിലുണ്ട്. നിങ്ങളെ അവന് നന്നായി അറിയാം, നന്നായി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ അവൻ നന്നായി മനസ്സിലാക്കുന്നു. എന്ന് പറയാൻ കഴിയുമോ? ഇന്ന് സ്നേഹവാനായ യേശു എന്നിലുണ്ട്. അത് മറ്റുള്ളവർ കാണത്തക്ക നിലകളിൽ എന്നിലുള്ള സ്നേഹമാകുന്ന യേശു ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്ന യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് ഓരോരുത്തർക്കും പറയാൻ കഴിയട്ടെ. ഇന്ന് നിങ്ങളോട് കൂടെ യേശു. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രശ്നത്തെയും ഈ യേശു ക്രിസ്തു പരിഹരിക്കാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ചില കുടുംബങ്ങളിൽ
സ്നേഹമില്ലാതെ ജീവിതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ചില പൈശാചിക നുഖങ്ങൾ ഇന്ന് കർത്താവ് മാറ്റുക. നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം വീണ്ടും വർദ്ധിക്കാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ളത് സ്നേഹവാനായ യേശുവാണ്. സ്നേഹത്തിൻ്റെ മേൽ യേശു മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കാൻ അവൻ മതിയായവനാണ്. സ്നേഹമുള്ള കർത്താവാണ്. ഈ കർത്താവിനെ രുചിച്ചറിയാൻ കഴിഞ്ഞതിലും, കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞതിലും, കർത്താവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും ഒക്കെ തൻ്റെ ജനം ഭാഗ്യമുള്ളവരാണ്. ഈ സ്നേഹവാനായ നല്ല കൊടി നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കട്ടെ. ആത്മാവിൻ്റെ ഫലങ്ങളിൽ അതിപ്രധാനമായിട്ട് പറയുന്ന ഒന്നാമതാണ് സ്നേഹം എന്നത്. വേദപുസ്തകത്തിനകത്തുടനീളം ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യനോട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്നേഹവാനായ ദൈവം തന്നെ തൻ്റെ ജനത്തിന് വേണ്ടി നൽകി. തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ജീവനെ നൽകുന്നതിലും വലിയ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞ കർത്താവ് ജീവനെ നൽകി തൻ്റെ ജനത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അവൻ സ്നേഹമാണ്. നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ, നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ മതിയായി ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം, എൻ്റെ മേൽ ഒരു കൊടി ഉയർന്നിട്ടുണ്ട്. സ്നേഹമുള്ള യേശു. പ്രാർത്ഥിക്കും. പ്രിയ പിതാവേ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവാകുന്ന നല്ല കൊടി, സ്നേഹത്തിൻ്റെ കൊടി ഞങ്ങളിൽ ഉയർന്നു നിൽക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. നിങ്ങളുടെ തിരുവചനം പറയുന്ന, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായിരുന്നുവെന്ന തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ആകയാൽ കർത്താവായ യേശു എന്ന ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ അരുമനാഥനാകുന്ന ക്രിസ്തുവിനെ ഉയർത്തി നിർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ആ സ്നേഹം പ്രകടമാക്കി പ്രദർശനമായി ഇത്തരയിലെ ജീവിതം അനുഗ്രഹ സമ്പൂർണ്ണമാകാൻ സ്വർഗത്തിൽ ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് മക്കളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യും, അതിശയങ്ങളെ പ്രവർത്തിക്കും. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ദൈവം തള്ളിക്കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനും കണ്ണുനീരിനെ തുടയ്ക്കുന്നവനും ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നവനുമാണ്. ഇന്ന് അസാധാരണമായി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തി, ഡെയിലി പ്രോമിസ് വേർഡ് ശുശ്രൂഷ അനുഭവിക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളിൽ യേശു ഉയർന്നു നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർ നിങ്ങളിലൂടെ കാണുന്നു. ഗോഡ് ബ്ലെസ്.